മൂന്നാമത്തെ അക്ഷരമാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. കഴിഞ്ഞ 2 ക്ലാസ്സിലും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് പോലെ തന്നെ ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് നമുക്ക് അക്ഷരങ്ങൾ പിടികിട്ടും. ആദ്യത്തെ 2 ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച അക്ഷരങ്ങൾ, ടീച്ചർ പഠിപ്പിച്ച അക്ഷരങ്ങൾ ഒന്ന് എഴുതാം. അതിനുശേഷം മൂന്നാമത്തെ അക്ഷരത്തിലേക്ക് നമുക്ക് പോകാം. ഇതേതാണ് അക്ഷരം? ഉറക്കെ പറഞ്ഞേ, കേൾക്കട്ടെ. റാ. ഏതാണ് അക്ഷരം? റാ. അടുത്തത് നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ്? താ. ഏതക്ഷരമാണ് നമ്മൾ പഠിച്ചത്? താ. കിട്ടിയില്ലേ? കഴിഞ്ഞ 2 ക്ലാസ്സും ടീച്ചർ പഠിപ്പിച്ചു, പഠിക്കാൻ പറഞ്ഞിരുന്നു. എങ്ങനെയാ പഠിക്കാൻ പറഞ്ഞത്? ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കാൻ ടീച്ചർ പറഞ്ഞിരുന്നു. 2 ലൈൻ ആണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, 2 ലൈൻ അല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചർ ഒന്ന് എഴുതാം. റാ. ഏതാണ് അക്ഷരം? റാ. അടുത്ത അക്ഷരം ഏതാണ്? താ. ഓക്കെ, ഇനി മൂന്നാമത്തെ അക്ഷരം നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. ടീച്ചർ എങ്ങനെയാണ് ഈ റായും തായും എഴുതിയ പോലെ തന്നെ എളുപ്പമാണ്. റാ എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെയല്ലേ വീണ്ടും ഒരു റായും കൂടെ എഴുതി താന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെയാണ്. ശ്രദ്ധിച്ചിരിക്കുക. റാ നമ്മൾ എഴുതി, ഇത്ര വരെ എഴുതി അല്ലേ? ഇങ്ങനെയാണ് റാ എഴുതുക. താ എഴുതിയപ്പോൾ നമ്മൾ ഉള്ളിക്കോടെ എടുത്തത്. ഉള്ളിക്കോടെ എടുക്കണ്ട. ടീച്ചർ എഴുതുന്നത് ടീച്ചറിന്റെ കയ്യിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ജോയിൻ ചെയ്ത് എഴുതണം. കണ്ട? നാ. ഇതേതാണ് അക്ഷരം? നാ. ഈ അക്ഷരം ഏതാണ്? നാ. നമുക്കൊന്നും കൂടെ നോക്കിയാലോ? ശ്രദ്ധിച്ചിരിക്കുക. റാ എഴുതുക. എന്നിട്ട് ഉള്ളിക്കോടെ എടുക്കണ്ട, പകരം ആ ലൈനിലൂടെ തന്നെ ജോയിൻ ചെയ്ത് എഴുതണം. കണ്ട? നാ. കണ്ട? ഇതാണ് മൂന്നാമത്തെ അക്ഷരം നമ്മൾ പഠിച്ചത്. നാ. നിങ്ങൾക്ക് പഠിക്കാനുള്ള അക്ഷരത്തിൽ ഏറ്റവും എളുപ്പമുള്ള അക്ഷരമാണ് മൂന്നാമതായിട്ട് പഠിക്കുന്നത് നാ. കിട്ടിയോ? ഓക്കെ, നമുക്കിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും ഇന്ന് പഠിച്ചതും കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് എഴുതിയാലോ? ശ്രദ്ധിച്ചിരിക്കട്ടാ. 2 ലൈനിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. നോക്കുക. റാ. ആദ്യം നമ്മൾ പഠിച്ച അക്ഷരമാണ് റാ. രണ്ടാമത് നമ്മൾ പഠിച്ച അക്ഷരമാണ് താ. കണ്ടോ? താ. മൂന്നാമത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ്? ടീച്ചർ എഴുതുന്നത്, ടീച്ചറിന്റെ കൈ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കണം. റാ നമ്മൾ എഴുതി, കൈ എടുക്കുന്നില്ല, അതേ ലൈനിലൂടെ തന്നെ മേലേക്ക് പോകണം. കൈ കണ്ടോ? ഇങ്ങനെ പോയിട്ട് വീണ്ടും ഒരു റായും കൂടെ നമ്മൾ എഴുതണം. എന്നിട്ട് കൈ എടുക്കണം. അപ്പൊ എന്തായി? നാ. ഈ അക്ഷരം ഏതാണ്? നാ. അപ്പൊ നമ്മൾ 3 അക്ഷരം പഠിച്ചു. എത്ര അക്ഷരം പഠിച്ചു? 3 അക്ഷരം പഠിച്ചു അല്ലേ? ഇനി ഈ അക്ഷരങ്ങൾ എവിടെ കണ്ടാലും ഇത് നിങ്ങൾ പറയണം അല്ലേ? പറയോ? എവിടെ ഈ അക്ഷരങ്ങൾ കണ്ടാലും ഇത് പ്രൊനൗൺസ് ചെയ്യോ? ഏതക്ഷരമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് വായിക്കോ? ഏതൊക്കെ അക്ഷരമാണ്? റാ, താ, ന. ഏതാണ്? റാ, താ, ന. ആദ്യം പഠിച്ച അക്ഷരം, ആദ്യത്തെ അക്ഷരം ഏതാണ് നമ്മൾ പഠിച്ചത്? റാ. കണ്ട? രണ്ടാമത്തെ അക്ഷരമാണ് നമ്മൾ പഠിച്ചത് താ. മൂന്നാമത് ഇപ്പൊ പഠിച്ച അക്ഷരം ഏതാണ്? നാ. കണ്ട? ഈ അക്ഷരങ്ങള് വീട്ടില് ആദ്യം എന്ത് ചെയ്യണം? ഇന്ന് പഠിച്ച അക്ഷരം, കഴിഞ്ഞ ദിവസം പഠിച്ച അക്ഷരങ്ങളൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എഴുതിയെന്ന് ടീച്ചറിന് അറിയാം. നല്ല കുട്ടികളാണെന്ന് ടീച്ചറിന് അറിയാം. അപ്പോൾ ആദ്യത്തെ ദിവസം എന്ത് ചെയ്തു? നിങ്ങൾ റാ ഇങ്ങനെ എഴുതി പഠിച്ചു കാണും. റാ 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 ഇങ്ങനെ എഴുതി പഠിച്ചു ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം എന്ത് എഴുതി പഠിച്ചു? താ താ താ.
ഇനി മൂന്നാമത്തെ ദിവസം എങ്ങനെ എഴുതി പഠിക്കണം? മൂന്നാമത്തെ അക്ഷരം നാ, 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 കണ്ടോ? ഇങ്ങനെ എഴുതി പഠിക്കണം. എന്നിട്ട് ഇത് ഒരുമിച്ച് എഴുതി നോക്കണം. അത് പറയാൻ കിട്ടുന്നുണ്ടോ, എഴുതാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്നും കൂടെ എഴുതി നോക്കണം. അതെങ്ങനെയാണ്? റാ, താ, നാ. കണ്ടോ? അക്ഷരങ്ങൾ 3 കിട്ടിയോ? 3 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആയി. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ടിരിക്കണം. റിപ്പീറ്റ് ചെയ്ത് ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കണം. ബൈ.